നിങ്ങൾ ഹൂറികൾ എന്നൊരു പ്രയോഗം കേട്ടിട്ടുണ്ടാകും. അതായത് ഹൂറികൾ എന്നാൽ അത് ഖുർആൻ വിവരിക്കുന്ന ഒരു ശബ്ദമാണ്, ഖുർആനിൻ്റെ ഒരു കൺസെപ്റ്റാണ്. അത് മുസ്ലിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ലഭിക്കുന്ന ഒരു ഓഫറാണ് എന്നൊക്കെയാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. ഖുർആനിൽ ഒരു വചനമുണ്ട്, വസവ്വജ്നാഹും ബിഹൂറിൻ ഐൻ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. സൂറ ദുഖാനിലുള്ള ആ വചനത്തിൻ്റെ അർത്ഥം, അവർക്ക് അഥവാ സ്വർഗവാസികൾക്ക് ഹൂറുൽ ഐൻ എന്ന ഇനം ഇണകളെ നൽകും എന്നാണ്. ഈ ഹൂറുൽ ഐൻ എന്നുള്ളത് ഒരു പുല്ലിംഗമോ സ്ത്രീലിംഗമോ അല്ല, ഒരു കോമൺ ആയിട്ട് ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു ശബ്ദമാണത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക തിയോളജിയിലെ ഈ കൺസെപ്റ്റ് സ്വർഗവാസികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ലഭ്യമാകുന്ന ഇണകളെ സംബന്ധിച്ചാണെന്നാണ് വിവരിക്കുന്നത്. കാരണം ഖുർആനിൽ തന്നെ മറ്റൊരു വചനമുണ്ട്, ഫഫീഹ മാ തഷ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അഅ്യുനു വഅൻതും ഫീഹ ഖാലിദൂൻ. സ്വർഗത്തിൽ ഓരോരുത്തർക്കും അവർ ആഗ്രഹിക്കുന്നത് എന്തും ലഭ്യമാകും, അവർ അവിടെ നിത്യമായി വസിക്കുന്നതുമാണ്. എന്നാൽ ഈ ആശയം ഖുർആനിൽ മാത്രമല്ല ഉള്ളത്. ഭാരതീയ വേദങ്ങളിൽ, അതായത് ഉപനിഷത്തുകൾ, സ്മൃതികൾ, പുരാണങ്ങൾ എന്നിങ്ങനെ നിരവധി ഭാരതീയ ഗ്രന്ഥങ്ങളിൽ സംസ്കൃത ശ്ലോകങ്ങളിൽ വ്യാപകമായി കാണുന്നൊരു സങ്കല്പമാണ് ഈ സ്വർഗീയ ഇണകൾ. അറബിയിൽ അതിനെ ഹൂറികൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ സംസ്കൃതത്തിൽ അതിനെ അപ്സരസ്സുകൾ എന്നാണ് വിളിക്കുന്നത്. സത്യത്തിൽ ഇത് കേട്ടാൽ ചില യുക്തിവാദികൾക്ക് തോന്നിപ്പോകും, മുഹമ്മദ് നബി ഭാരതത്തിൽ വന്ന് ഈ പുരാണങ്ങൾ കോപ്പിയടിച്ചാണോ ഖുർആൻ ഉണ്ടാക്കിയത് എന്ന് പോലും തോന്നിപ്പോകും. കാരണം അവരത്തരം ചില സന്ദേഹങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഖുർആനിലുള്ള പല ആശയങ്ങളും ബൈബിളിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് ബൈബിൾ കോപ്പിയടിച്ചാണ് ഖുർആൻ ഉണ്ടാക്കിയതെന്ന് പോലും അവർ സിദ്ധാന്തിക്കുന്നുണ്ട്. എന്നാൽ ഈ ഹൂറുൽ ഈനും അപ്സരസും തമ്മിലുള്ള ബന്ധം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി എങ്ങനെയോ രഹസ്യമായിട്ടെങ്കിലും ഇന്ത്യയിൽ വന്ന് പുരാണങ്ങൾ കോപ്പിയടിച്ച് ഉണ്ടാക്കിയതാണെന്ന് അവർ സിദ്ധാന്തിക്കും, തീർച്ചയാണ്. എന്തായാലും ഈ കാര്യം അവർക്ക് അറിയാത്തത് കൊണ്ട് അവരൊക്കെ ആ കാര്യത്തിൽ ഒന്നും പ്രതിപാദിക്കുന്നില്ല എന്ന് മാത്രം. പുരാണങ്ങൾ വിശദീകരിക്കുന്നത് പ്രകാരം ഈ ഹൂറികൾ അഥവാ അപ്സരസ്സുകൾ അഭൗമ സൗന്ദര്യവതികളും നിത്യയൗവനവതികളുമാണ്. അവർ സ്വർഗത്തിലെ നിത്യവാസികളാണ്. ഏകദേശം 60 കോടിയിലധികം അപ്സരസ്സുകൾ അഥവാ ഹൂറുൽ ഈനുകൾ നമ്മുടെ പുരാണങ്ങൾ വിവരിക്കുന്നുണ്ട്. അപ്സരസ്സുകൾ എന്ന ഹൂറികൾ സ്വർഗത്തിൽ നൃത്തം ചെയ്യും, സംഗീതം ആലപിക്കും. മദന കാമകേളികൾക്കൊക്കെ അവർ സജ്ജമാണ് എന്നൊക്കെയാണ് പുരാണങ്ങൾ വിവരിക്കുന്നത്. എന്നാൽ ഖുർആൻ അത്രത്തോളമൊന്നും വിവരിക്കുന്നില്ല. ഖുർആനിൽ അത്തരം ഒരു സ്വർഗീയ ഇണകൾ ലഭ്യമാണ് എന്ന് മാത്രമാണ് പറഞ്ഞൊതുക്കുന്നത്. പരാശര സ്മൃതി വളരെ പുരാതനമായ ഒരു സ്മൃതിയാണ്. പരാശര സ്മൃതി അതിന് 3:34 ഇങ്ങനെ കാണാം, യസ്യേത് ക്ഷതം ഗാത്രം ഗരമോദകരയഷ്ഠിഭി ദേവകന്യാസ്തുതം വീരം ഹരന്തിരമയന്തി ച. അതായത് പരാശര സ്മൃതിയിലെ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, യുദ്ധത്തിൽ മരിക്കുന്നവർക്ക് സ്വർഗത്തിൽ എത്തുമ്പോഴേക്കും അവരെ അപ്സരസ്സുകൾ അഥവാ സ്വർഗീയ ഹൂറികൾ അവരെ വന്ന് അവരുമായി രമിക്കുന്നു എന്നാണ്. ഇനി മഹാഭാരതം 13:78 ഇങ്ങനെ കാണാം, സഹസ്രം ശരയോഷിത. അതായത് ആയിരക്കണക്കിന് സ്വർഗീയ പങ്കാളികൾ അവിടെ എത്തുന്നു എന്നാണ്. അതിൻ്റെ തന്നെ 12:98 വരാച്ചര സഹസ്രാണി ശൂരമാ
യോധനേ ഹതം ത്വരമാണാഹി ധാവന്തിമ ഭർത്താ ഭവേതിരി. അതായത് ആയിരക്കണക്കിന് ഹൂറികൾ അഥവാ അപ്സരസ്സുകൾ സ്വർഗത്തിലെ പുരുഷൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ഭർത്താവായി സ്വീകരിക്കും എന്നാണ്. അപ്പോൾ ഖുർആനിൽ ഉള്ളതിനേക്കാൾ ഒരു പടി കൂടി ആഴത്തിലും വണ്ണത്തിലുമാണ് ഇതേ ആശയത്തെ നമ്മുടെ പുരാണങ്ങൾ വിവരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ 2:9 16-ാം വചനം, താസാം ശതാന്യ അപ്സരസാം ഗായതി നൃത്തദീന ദൈവഹിത. അതായത് സ്വർഗത്തിൽ ശതകണക്കിന്, അതായത് 100 കണക്കിന് അപ്സരസ്സുകൾ പുരുഷൻ്റെ അടുത്ത് വന്ന് പാട്ടുപാടി നൃത്തം ചെയ്യും. ഇനി ഇതുപോലെ നിരവധി ശ്ലോകങ്ങൾ പുരാണങ്ങളിൽ കാണാം. ബ്രഹ്മവൈവർത്ത പുരാണം 59-77, അതുപോലെ നാരദ പുരാണത്തിൻ്റെ ഉത്തര ഭാഗം 63-153, മത്സ്യപുരാണം 107-4, സ്കന്ദപുരാണം 3-1 77-ാമത്തെ ശ്ലോകം, പത്മപുരാണം 7-9, ശിവപുരാണം 1-24, ദേവി ഭാഗവതം 3-15 എന്നിങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നമ്മുടെ പുരാണങ്ങൾ ഇതേ ആശയം അതിവിപുലമായി തന്നെ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹൂറികൾ എന്നൊരു സങ്കല്പം അതൊരു മുസ്ലിങ്ങളുടെ മാത്രമുള്ളതല്ല. ഇവിടെ ജനങ്ങളുടെ സന്ദേഹം നീങ്ങാൻ വേണ്ടി ഹൂറികൾ എന്ന ഈ പ്രയോഗത്തെ ഭാരതീയവൽക്കരിച്ച് അപ്സരസ്സുകൾ എന്ന അർത്ഥം നൽകി വിവരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ വസവ്വജ്നാഹും ബി ഹൂറിൻ ഐൻ എന്ന ഖുർആൻ വാക്യത്തിന് സ്വർഗവാസികൾക്ക് അപ്സരസ്സുകളെ ഇണകളാക്കി ലഭ്യമാക്കും എന്ന ഒരു ആശയമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു പദപ്രയോഗമാണ് ഭാരതീയ ഭാഷകളിൽ നൽകേണ്ടത്. പുരാണങ്ങൾ വിവരിക്കുന്ന പ്രകാരം അപ്സരസ്സുകൾ അഥവാ ഹൂറികൾ അഭൗമ സൗന്ദര്യവതികളാണ്, നിത്യയൗവനവതികളാണ്. അവർ നിത്യം സ്വർഗത്തിൽ വസിക്കുന്നവരാണ്. 60 കോടിയിലധികം അപ്സരസ്സുകൾ അഥവാ ഹൂറൽ ഈനുകൾ ഉണ്ടെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. പക്ഷെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ പുരാണങ്ങൾ വിവരിക്കുന്ന അപ്സരസ്സുകൾ അത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്. എന്നാൽ ഖുർആൻ അങ്ങനെ പുരുഷന്മാർക്ക് മാത്രമാണെന്ന് ഒരിടത്തും തന്നെ പറയുന്നില്ല. എന്ന് മാത്രമല്ല, പുരാണങ്ങളിൽ കാണുന്ന പോലെയുള്ള മദനകാമ വർണ്ണനകളൊന്നും ഖുർആനിൽ ഇല്ല. ഇപ്പോൾ നിങ്ങളുടെ സന്ദേഹം നീങ്ങിയിട്ടുണ്ടാകും. അതായത് ഖുർആൻ വിവരിക്കുന്ന ഇസ്ലാമിക് സങ്കല്പത്തിലുള്ള ഹൂറികൾ എന്നാൽ ഭാരതീയ സങ്കല്പത്തിലുള്ള അപ്സരസ്സുകൾ തന്നെയാണ്. അത് ബൈബിൾ കോപ്പിയടിച്ചു എന്ന പോലെ മുഹമ്മദ് നബി ഇന്ത്യയിൽ വന്ന് പുരാണങ്ങൾ കോപ്പിയടിച്ചൊന്നുമല്ല ഖുർആൻ ഉണ്ടാക്കിയത്. സ്വർഗത്തെയും നരകത്തെയും സംബന്ധിച്ച് ഹിന്ദുമതം വിവരിക്കുന്നുണ്ട്, ക്രിസ്തുമതം വിവരിക്കുന്നുണ്ട്, ജൂതമതം വിവരിക്കുന്നുണ്ട്, ഇസ്ലാം മതവും വിവരിക്കുന്നുണ്ട്. എല്ലാ മതത്തിൻ്റെയും ഉത്ഭവം ഇബ്രാഹിം എന്ന പ്രവാചകനിൽ നിന്നാണ്. ഇബ്രാഹിം നബിയുടെ സന്തതികളായ ആളുകളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആര്യന്മാരായി കുടിയേറി വന്ന ബ്രാഹ്മണന്മാരിലൂടെ ഇബ്രാഹിം നബിയുടെ കാലത്തുള്ള ആ സന്ദേശം, ആ ആശയം ഇന്ത്യയിലും എത്തിച്ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഉപനിഷത്തുകളും പുരാണങ്ങളുമൊക്കെ ഈ സ്വർഗ നരകങ്ങളെ സംബന്ധിച്ച് ഇത്രയും വിശദമായി പറയുന്നത്. എന്നാൽ ഒരു മുസ്ലിം സൽക്കർമ്മം ചെയ്യുന്നത്, ആരാധിക്കുന്നത്, മതഭക്തിയോടെ ജീവിക്കുന്നത് സ്വർഗത്തിലെ ഈ അനുഭൂതി ലഭിക്കാനൊന്നുമല്ല. സ്വർഗത്തിൽ പ്രവേശിച്ചില്ല എങ്കിൽ പിന്നെ ലഭിക്കാനുള്ളത് നരകമാണ്. അത് അഗ്നിയുടെ ലോകമാണ്, ദുരന്തമാണ്. ആ ഒരു പ്രയാസം ആലോചിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഓരോ മുസ്ലിമും, ഓരോ ക്രിസ്ത്യാനിയും, ഓരോ ജൂതനും സ്വർഗത്തിനായി മോഹിക്കുന്നത്. എന്നാൽ ഒരു മുസ്ലിമിൻ്റെ പ്രധാന ആശയം, അതായത് ഒരു പരിധി കൂടി മുന്നിട്ട് നിൽക്കുന്ന, ദൈവത്തെ വേണ്ട പോലെ അറിഞ്ഞ ഔലിയാക്കൾ എന്ന പോലെ, അഥവാ ഒരു സന്യാസി സ്ഥാനത്തേക്ക് എത്തിയ
മുസ്ലിം മതഭക്തർ സ്വർഗവും നരകവും എന്ന ചിന്തയെ അവർക്കില്ല. പകരം അവർ ആരാധിക്കുന്നത്, അവർ ഇബാദത്ത് ചെയ്യുന്നത്, അവർ മതഭക്തിയോടുകൂടി ജീവിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് ജലാലുദ്ദീൻ റൂമി അവരൊക്കെ വിവരിക്കുന്ന പോലെ ദിവ്യാനുരാഗം എന്നാണ് വിവരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരുപാട് സൽക്കർമ്മം ചെയ്ത് അതിന് പരലോകത്തെ പ്രതിഫലം തേടുന്ന ഒരു കൂലിക്കാരനല്ല മനുഷ്യൻ. എന്തായാലും ഇനി ഹൂറികൾ എന്ന പ്രയോഗവുമായി ആരും തെറിവാക്കുകളും വർഗീയതകളും പരസ്പര പരിഹാസങ്ങളുമായി നടക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ ഇറങ്ങുന്നതിൻ്റെ ആയിരക്കണക്കിന് മുമ്പ് തന്നെ ഭാരതത്തിൽ അതിവിശാലമായിട്ട് ഇതേ ആശയമുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഭാരതീയ ഭാഷകളിൽ ഹൂറൽ ഐൻ എന്നതിന് അപ്സരസ്സുകൾ എന്ന് തന്നെ അർത്ഥം നൽകാം.